തമിഴ്നാട്ടിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മുകുന്ദ് വരദരാജ് ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് തന്റെ ജീവൻ രാജ്യത്തിനു വേണ്ടി നൽകി. അത്തരമൊരു മേജർ മുകുന്ദ് വരദരാജിനെ പറ്റി നമുക്കറിയാവോ? അദ്ദേഹം രാജ്യത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള മേജർ മുകുന്ദ് വരദരാജിന്റെ ലൈഫ് സ്റ്റോറി നമുക്കറിയില്ല. മേജർ മുകുന്ദിന്റെ യഥാർത്ഥ ജീവിതമാണ് അമരൻ സിനിമയിൽ. ഒരാൾ മരണപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ആ ആളിന്റെ ഭാര്യയ്ക്കാകും. അത്തരമൊരാളാണ് മുകുന്ദിന്റെ വൈഫായ ഇന്ദു റബേക്ക വർഗീസ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഇന്ദുവിനെ കാണിച്ചുകൊണ്ടാണ്. ഫ്ലൈറ്റിലിരുന്ന് മുകുന്ദിന്റെ ഫോട്ടോ സന്തോഷത്തോടെ നോക്കുകയാണ് ഇന്ദു. കേരളത്തിൽ നിന്നും മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിലേക്ക് പഠിക്കുവാനായി എത്തിയിരിക്കുകയാണ് ഇന്ദു. ഇന്ദുവിനെ രണ്ട് ചേട്ടന്മാരായതിനാൽ ആൺപിള്ളേരെ പോലെയാണ് ഡ്രസ്സ് ചെയ്യുന്നതുമൊക്കെ. ഇന്ദുവിനാണെങ്കിലോ ടാറ്റു ചെയ്തു കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. കോളേജിൽ ചേർന്ന ഇന്ദുവിനോട് ഫാഷൻ ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായി ടീച്ചർ പറയും. കാരണം ഇന്ദു കാണാനൊക്കെ നല്ലതായിരുന്നു. എന്നാൽ ഇന്ദുവിനാണെങ്കിലോ അതിനൊന്നും താല്പര്യമില്ല. തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ടീച്ചർ ഒന്നും കേൾക്കില്ല. പകരം ഒരു സീനിയറിനെ സജസ്റ്റ് ചെയ്തു. സീനിയറിനോട് അവളെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാനായും പറഞ്ഞു. ആ സീനിയർ മറ്റാരുമല്ല, മുകുന്ദ് വരദരാജായിരുന്നു. മുകുന്ദിനെ ആദ്യമായി ഇന്ദു കാണുകയാണ്. എന്നാൽ മുകുന്ദിന്റെ സ്വഭാവമാണെങ്കിലും കുറച്ച് ദേഷ്യക്കാരനായിരുന്നു. ഇന്ദു തനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും മുകുന്ദാണെങ്കിലും അവളെ ട്രെയിൻ ചെയ്യിക്കുവാനായും തീരുമാനിച്ചു. ഇന്ദുവിന് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നത് വലിയ പേടിയാണ്. എന്നാൽ മുകുന്ദാണെങ്കിലോ അതൊക്കെ മാറ്റിയെടുത്തു. അതിലൊക്കെ തന്നെ ഇന്ദുവിനാണെങ്കിലോ മുകുന്ദിനോട് ഒരു ക്രഷ് തോന്നുകയാണ്. അങ്ങനെ കോമ്പറ്റീഷൻ എത്തി. ആ കോമ്പറ്റീഷനിൽ സുന്ദരിയായി ഇന്ദു ഒരുങ്ങി വരും. അത് കാണുമ്പോൾ തന്നെ മുകുന്ദിനും അവളോടൊരു സ്നേഹമൊക്കെ തോന്നുന്നു. ആ കോമ്പറ്റീഷനിൽ ഇന്ദു തന്നെ വിജയിക്കും. അതോടുകൂടി ഇന്ദുവിനും മുകുന്ദിനും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ ഇന്ദുവിന് മുകുന്ദിനോടുള്ളത് പ്രണയമായി മാറി. മുകുന്ദിനും അതുപോലെ തന്നെയാണ്. ഇന്ദുവിനെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ തനിക്ക് ആർമിയിൽ ചേരണം, അതിനു മുൻപ് ഒരു കടമ്പ കൂടി കടക്കണം, ഒരു ഇന്റർവ്യൂവും ടെസ്റ്റും ഒക്കെ ഉണ്ട്, അത് പാസ്സായാൽ മാത്രമേ തന്റെ ആഗ്രഹം നടക്കൂ. കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹമാണ്. പക്ഷെ വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. അച്ഛനാണെങ്കിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മുകുന്ദ് പറയും. ഇന്ദു ആണെങ്കിൽ അതെല്ലാം കേട്ട് പിന്മാറുമെന്ന് കരുതിയപ്പോൾ ഇന്ദു ആണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. മുകുന്ദിന്റെ ഏതാഗ്രഹം സാധിക്കുവാനും ഇന്ദു കൂടെ നിൽക്കുമെന്ന് പറയുന്നു. അത് കേട്ടതും മുകുന്ദിനും സന്തോഷമായി. അങ്ങനെ അന്ന് തന്നെ അവർ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അവരുടെ പ്രണയം പടർന്ന് പന്തലിച്ചു. ഒരിക്കൽ മുകുന്ദാണെങ്കിൽ ഇന്ദുവിനെ തന്റെ വീട്ടിൽ പരിചയപ്പെടുത്തുവാനായി കൊണ്ടുവന്നു. മുകുന്ദിന്റെ വീട്ടിൽ മുകുന്ദിന്റെ രണ്ട് സഹോദരിമാരും അച്ഛനും ഇന്ദുവിനെ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അമ്മയ്ക്കാണെങ്കിലോ, ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, നീ ആണെങ്കിലോ നിനക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് മുകുന്ദിനോട് സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ മുകുന്ദിന്റെ അമ്മയ്ക്കാണെങ്കിൽ മുകുന്ദെന്ന് വെച്ചാൽ ജീവനാണ്. എന്നാൽ മുകുന്ദിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കുന്ന ഒരു അമ്മയല്ല. ഇന്ദുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അമ്മ സമ്മതിക്കുകയും ചെയ്തു. അമ്മയ്ക്കാണെങ്കിലോ മുകുന്ദ ആർമിയിൽ ചേരുന്നത് ഒട്ടും ഇഷ്ടമേ അല്ല. ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അമ്മയ്ക്കറിയാം. തന്റെ മകനെ നഷ്ടമാകുമോ എന്നൊരു പേടിയാണ് അമ്മയ്ക്ക്. പക്ഷെ അച്ഛൻ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. മുകുന്ദിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും ആർമിയിൽ ചേരണം, ബോർഡറിലൊക്കെ പോകണം എന്നാണ് അവന്റെ ആഗ്രഹം. രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മുകുന്ദിന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ മുകുന്ദ് ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു ടെസ്റ്റിൽ അവൻ പാസ്സായി. മുകുന്ദ് ട്രെയിനിങ്ങിനായും പോകുന്നു. ഇന്ദുവിനോടും വീട്ടുകാരോടും മുകുന്ദ് യാത്ര പറഞ്ഞു. ഇന്ദു തന്റെ ഓർമ്മയ്ക്കായി ഫോട്ടോയും മുകുന്ദിന് നൽകി. മുകുന്ദ് അത് തന്റെ പേഴ്സിൽ സൂക്ഷിച്ചു. മുകുന്ദിന്റെ ട്രെയിനിങ് നന്നായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്ദുവിന്റെ വീട്ടിൽ പ്രശ്നമാണ്. കാരണം മുകുന്ദിന്റെ ആവശ്യപ്രകാരം ഇന്ദു ആണെങ്കിൽ അവരുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. ഇന്ദുവിന്റെ അച്ഛനാണെങ്കിലോ ഡോക്ടറാണ്. മാത്രവുമല്ല അവർ മലയാളി ക്രിസ്ത്യൻസുമാണ്. ഇന്ദുവിന്റെ മൂത്ത ചേട്ടന് ആദ്യം തന്നെ എതിർപ്പായിരുന്നു. മുകുന്ദ് ആർമിക്കാരനാണെന്നറിഞ്ഞ അച്ഛൻ പറയും, ഏത് ജാതിയായാലും മതമായാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഒരു ആർമിക്കാരനെ ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്ത് നൽകില്ല എന്നായിരുന്നു അച്ഛന്റെ മറുപടി. ഒരു ആർമിക്കാരനെ വിവാഹം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്നും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തന്റെ മകളെയാകുമെന്നും അച്ഛൻ അറിയാമായിരുന്നു. അതിനാലാണ് അച്ഛൻ എതിർത്തതും. എന്നാൽ ഇന്ദു ആണെങ്കിലോ ചെന്നൈയിലേക്ക് പഠിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞ് മുകുന്ദിന്റെ വീട്ടിലേക്കാണ് വന്നതും. അവിടെ താമസിച്ചാണ് അവൾ പഠിച്ചതും. എന്നാൽ 2 വർഷമായിട്ടും ഇന്ദുവിനെ കാണാതായപ്പോൾ അവളുടെ വീട്ടുകാരാണെങ്കിൽ അന്വേഷിച്ചെത്തിയത് മുകുന്ദിന്റെ വീട്ടിലേക്കാണ്. എന്നാൽ മുകുന്ദിന്റെ വീട്ടുകാരാണെങ്കിലോ ഇന്ദു ഇവിടെ ഇല്ല എന്ന് കള്ളം പറയും. പക്ഷെ ഇന്ദു ആണെങ്കിൽ ഉറക്കമുണർന്നു വരുന്നത് അവർ കാണുകയാണ്. അച്ഛൻ അവിടെ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയിട്ട് ഇറങ്ങി പോവുകയാണ്. പക്ഷെ ഇന്ദു മുകുന്ദിനോടൊപ്പം തന്നെ ജീവിക്കും എന്ന വാശിയിലാണ്. മുകുന്ദിന്റെ ട്രെയിനിങ് അവസാനിക്കുന്ന ദിവസം ഇന്ദുവും അവിടെ എത്തിയിരുന്നു. മുകുന്ദാണെങ്കിലും ലെഫ്റ്റനന്റ് പദവിയിലേക്ക് കയറി. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇന്ദു ആയിരുന്നു. എന്നാൽ ഇന്ദുവിന്റെ വീട്ടിൽ പ്രശ്നം കൂടിക്കൂടി വന്നു. ഇന്ദു തന്റെ അച്ഛൻ ആർമിക്കാരനെ വിവാഹം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന കാര്യം മുകുന്ദ് ഫോൺ വിളിച്ചപ്പോൾ അറിയിച്ചു. മുകുന്ദിനും ഇന്ദുവിനും ഇടയിൽ പല പ്രശ്നങ്ങളും നടന്നു. അന്ന് ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ തടങ്കലിലിട്ടിരിക്കുന്നത് പോലെയായിരുന്നു.
ഒരിക്കലും ഇത് ശരിയാകില്ല. നിന്റെ അച്ഛൻ എന്നോട് ആർമി ഉപേക്ഷിക്കാൻ പറയുന്നു, പക്ഷെ അതെനിക്ക് ഒരിക്കലും പറ്റില്ല. ആർമി എന്റെ ലൈഫാണ്. ആർമി ഉപേക്ഷിക്കാനാകില്ല, പകരം നിന്നെ ഉപേക്ഷിക്കാം എന്നായിരുന്നു മുകുന്ദിന്റെ മറുപടി. നമുക്ക് പിരിയാമെന്നും മുകുന്ദ് പറഞ്ഞു. അതിന്ദുവിന് സഹിക്കാനായില്ല. പിരിയാമെന്ന് മാത്രം നീ എന്നോട് പറയരുത്. എനിക്ക് വേണ്ടി എന്റെ അച്ഛനോട് ഒന്ന് വന്ന് സംസാരിക്കുവാനായും ഇന്ദു പറയും. പക്ഷെ അതിന് മുകുന്ദ് തയ്യാറായില്ല. അവർക്കിടയിലുള്ള പ്രശ്നത്തിൽ 11 മാസം അവർ മിണ്ടിയിട്ടില്ല. ആ ദിവസമെല്ലാം ഇന്ദു വിഷാദത്തിലായിരുന്നു. മുകുന്ദിനെ വിവാഹം കഴിച്ചില്ലെങ്കിലും മുകുന്ദിന്റെ ഭാര്യയെ തന്നെ ഞാൻ ഇവിടെ ജീവിക്കുമെന്നായിരുന്നു ഇന്ദു വീട്ടുകാരോട് പറഞ്ഞതും. അതുപോലെ തന്നെ അവൾ ചെയ്തു. വീട്ടുകാരുമായും മിണ്ടാറുമില്ല. അത് അച്ഛനും സഹിക്കാനായില്ല. ഒരു ക്രിസ്മസ് ദിവസം രാത്രി ഒരാൾ ഇന്ദുവിന്റെ അച്ഛനെ കാണാനായി എത്തി. അത് മുകുന്ദായിരുന്നു. യൂണിഫോമിലുമാണ് എത്തിയതും. ഇന്ദുവിനെ കരുതി അച്ഛനാണെങ്കിൽ മുകുന്ദിനോട് സംസാരിക്കുവാനായും തീരുമാനിച്ചു. ഞാൻ മുൻപ് ആർമി ക്യാമ്പിലെ ഡോക്ടർ ആയിരുന്നപ്പോൾ ഒരുപാട് പേർ കൈയില്ലാതെയും കാലില്ലാതെയും കഷ്ടപ്പെടുന്നത് കണ്ടു. ഒരുപാട് പ്രശ്നങ്ങൾ. എന്റെ മകൾക്ക് അതുപോലൊരവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ കരുതി. അതാണ് എനിക്ക് ആർമിക്കാരെ ഇഷ്ടമല്ലാത്തതെന്നും പറയുന്നു. എന്നായാലും നമ്മൾ മരിക്കേണ്ടവരാണ് എന്നായിരുന്നു മുകുന്ദിന്റെ മറുപടി. എന്റെ മകളും ഞാനും മിണ്ടാതിരുന്നിട്ടില്ല ഇതുവരെയും. എന്നാൽ അവൾ എന്നോട് മിണ്ടിയിട്ട് 11 മാസമായി എന്ന് പറഞ്ഞ് രണ്ടാളുടെയും ബന്ധത്തിന് അച്ഛൻ ഓക്കെ പറയും. അച്ഛൻ ഓക്കെ പറയാൻ കാരണം മുകുന്ദ് യൂണിഫോമിൽ വന്നതായിരുന്നു. ഇന്ദു പുറത്തെ ബഹളം കേട്ട് നോക്കുമ്പോൾ മുകുന്ദിനെ കാണും. അച്ഛൻ സമ്മതിച്ചതിൽ ഇന്ദുവിനും സന്തോഷമായി. അങ്ങനെ അവരുടെ രണ്ടാളുടെയും വിവാഹവും കഴിഞ്ഞു. ഹിന്ദു ക്രിസ്ത്യൻ രീതിയിലായിരുന്നു വിവാഹം നടന്നതും. ഈ സമയമായിരുന്നു മുകുന്ദിന് ക്യാപ്റ്റൻ പദവി ലഭിച്ചതും. ആർമിക്കാരെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് ജോലി. അക്കാര്യത്തിൽ ഇന്ദുവും ഹാപ്പിയായിരുന്നു. തന്റെ ഭർത്താവ് സേഫ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്നൊരു സന്തോഷത്തിലാണ് അവളും. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. അങ്ങനെ അവരുടെ ലൈഫ് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകവേ മുകുന്ദിനെ ബോർഡറിലേക്ക് നിയമിച്ചു. ഒരിക്കലൊരു തീവ്രവാദി ബോർഡർ കടന്നു വന്ന് ഒരു ആർമിക്കാരനെ കൊന്നു. എന്നാൽ മുകുന്ദാണെങ്കിൽ അവരെ ഫോളോ ചെയ്തു പോയി ആ തീവ്രവാദിയെ കൊന്നു. കൂടെയുള്ളവന്റെ മരണം മുകുന്ദിനെ തകർത്തു കളഞ്ഞു. എന്നാൽ ആ തീവ്രവാദിയെ കൊന്നതായിരുന്നു മുകുന്ദിന്റെ ലൈഫിലെ ആദ്യ കൊലപാതകം. മുകുന്ദിന് അഭിമാനമൊക്കെ തോന്നും. മുകുന്ദിന്റെ ലൈഫ് ട്രെയിനിങ്ങും ട്രാൻസ്ഫറും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. ആർമിയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു മുകുന്ദ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാപ്റ്റനിൽ നിന്നും മേജർ പദവിയിലേക്ക് മുകുന്ദ് മാറി. അതേസമയം മുകുന്ദിന് പുതിയൊരു ഡ്യൂട്ടിയും കിട്ടുകയാണ്. 40 പട്ടാളക്കാർക്ക് മേജറായി കാശ്മീരിൽ അധികാരമേറ്റു. അവർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുകുന്ദിനാണ്. കാശ്മീരിന്റെ പ്രധാന ഭാഗത്തായിരുന്നു അവരുടെ ക്യാമ്പുള്ളത്. എന്നാൽ കാശ്മീരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ സ്വന്തമാക്കാനായി പോരാടുകയാണ് തീവ്രവാദികൾ. അത്തരം തീവ്രവാദി ടീമിലെ ഹെഡായിരുന്നു അൽതാഫ് ബാബ. അൽതാഫ് ബാബയും ആളുകളും മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദത്തിലേക്ക് ചേർക്കും. കാശ്മീർ പിടിച്ചെടുക്കണം എന്നാണ് അവർക്ക്. അൽതാഫ് ബാബയും ഗ്യാങ്ങിനെയും എൻകൗണ്ടർ ചെയ്യാനുള്ള ചുമതല മേജർ മുകുന്ദിനും 40 അംഗ സംഘത്തിനും വരുന്നു. അൽതാഫ് ബാബയെ പിടികൂടുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അയാൾ എപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അൽതാഫിന് ഒരുപാട് സെക്യൂരിറ്റീസും ഉണ്ട്. അൽതാഫിനെ എങ്ങനെ കണ്ടെത്തുമെന്ന ചിന്തയായിരുന്നു മുകുന്ദിന്. എന്നാൽ അൽതാഫ് ബാബ കാശ്മീരിൽ വരുന്നത് മുകുന്ദിന് വിവരം കിട്ടി. മുകുന്ദും തന്റെ ടീമും സ്പോട്ടിലെത്തി. അൽതാഫ് ബാബയെ പിടികൂടണമെന്ന് കരുതുമ്പോഴോ ആ നാട്ടുകാർ ഇന്ത്യൻ ആർമിയെ അവിടേക്ക് അടുപ്പിക്കില്ല. ബാബയെ ഒരു പയ്യൻ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അവനെ ബാബ തന്നോടൊപ്പം ചേർക്കുന്നു. അതോടെ മുകുന്ദിന്റെ ടീമിന് ബാബയെ പിടികൂടാനുള്ള അവസരവും നഷ്ടമായി. ബാബ അടുത്തൊരു പ്ലാൻ ചെയ്യുകയാണ്. കുറേയധികം കുട്ടികളെ മനുഷ്യ ബോംബുകളാക്കി മാറ്റുക. അതിനുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുവാനായി അൽതാഫ് ബാബ എത്തും. ആ വിവരമറിഞ്ഞ മുകുന്ദൻ ടീമും സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അന്ന് രാത്രി തന്നെ ആ ഒരു സ്ഥലമെല്ലാം വളയും. അന്ന് ഫുൾ ഫൈറ്റ് നടക്കും. ഒടുവിൽ അൽതാഫ് ബാബയാണെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്കാണ് ഓടിയതും. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. അൽതാഫ് ബാബ വെടിയുതിർക്കുമ്പോൾ മുകുന്ദിനി എത്ര ബുള്ളറ്റിൽ കാണുമെന്ന് കണക്ക് കൂട്ടും. കൂടെ വിക്രം എന്നൊരു ഓഫീസറുമുണ്ട്. ലാസ്റ്റ് ബുള്ളറ്റ് കഴിഞ്ഞതും വിക്രമും മുകുന്ദും അൽതാഫിന് നേരെ പാഞ്ഞു. മുകുന്ദ് അൽതാഫിനെ പിടികൂടി കൊന്നുകളയും. അങ്ങനെ ഇന്ത്യൻ ആർമിയുടെ തലവേദനയായ അൽതാഫ് ബാബ മരണപ്പെട്ടതോടുകൂടി മുകുന്ദിന് നല്ല പേര് കിട്ടി. മുകുന്ദിനെ എല്ലാവരും അഭിനന്ദിച്ചു. എന്നാൽ ഒരു തീവ്രവാദി മരിച്ചാൽ പ്രശ്നം അവസാനിക്കില്ലല്ലോ. അടുത്ത തലവനായി ആസിഫ് വാണി എന്നൊരാൾ ചുമതലയേറ്റു. അന്ന് അൽതാഫ് ബാബയെ സഹായിച്ച പയ്യനാണെങ്കിലോ ഇന്ത്യൻ ആർമിയെ സഹായിക്കുന്നവനായിരുന്നു. തീവ്രവാദികളോട് ദേഷ്യമാണ് അവന്. കാരണം അവന്റെ ഒരു സഹോദരൻ മരിക്കാൻ കാരണം ഈ തീവ്രവാദികളാണ്. അതുകൊണ്ട് ഇന്ത്യൻ ആർമിക്ക് അവരെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ വഴി ആസിഫ് വാണിയെ പറ്റി അറിയും. അൽതാഫിനെ പറ്റി അറിഞ്ഞതും അവൻ വഴിയായിരുന്നു. ആസിഫിന്റെ ഫോട്ടോ മുകുന്ദ് കണ്ടെത്തുകയാണ്. എന്നാൽ ആസിഫ് ആണെങ്കിൽ ഇന്ത്യൻ ആർമിയെ സഹായിക്കുന്ന പയ്യനെ കണ്ടെത്തി കൊന്നുകളഞ്ഞു. അത് മുകുന്ദിന് സഹിക്കാനായില്ല. മുകുന്ദാണ് അൽതാഫ് ബാബയെ കൊന്നതെന്നറിഞ്ഞ ആസിഫ് മുകുന്ദ് പോകുന്നിടമെല്ലാം ഫോളോ ചെയ്യുവാനായും തുടങ്ങി. ഒരിക്കൽ മുകുന്ദും ഗ്യാങ് സഞ്ചരിച്ച വണ്ടിയെ ആസിഫും കൂട്ടരും ആക്രമിച്ചു. കുറച്ചുപേർ മരണപ്പെടുകയും പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തു. അതേസമയം മുകുന്ദിനോട് ഫോണിൽ സംസാരിച്ചിരുന്ന ഇന്ദു ആണെങ്കിലോ ആ ബഹളമെല്ലാം കേട്ടു.
മുകുന്ദിന് എന്തോ സംഭവിച്ചെന്ന് കരുതി ഇന്ദു അലറിക്കരയുവാനായും തുടങ്ങി. മുകുന്ദ് തന്റെ ജീവൻ പോലും മറന്നാണ് ആസിഫിനെതിരെ പോരാടിയതും. എന്നാൽ ആസിഫ് ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഞാൻ ഓക്കെയാണെന്ന് മുകുന്ദ് ഫോണെടുത്ത് പറഞ്ഞപ്പോഴാണ് ഇന്ദുവിന് സമാധാനമായതും. ഇന്ദു മുകുന്ദിനെ ആലോചിച്ചാണ് ജീവിക്കുന്നതും. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ഇരുവരും സംസാരിക്കുമെങ്കിലും മനസമാധാനമില്ലാതെയാണ് ഇന്ദു തന്റെ ഭർത്താവിനെ ഓർത്ത് ഓരോ നാളും തള്ളി നീക്കുന്നതും. ഒരിക്കൽ ആസിഫാണിയും ടീമുമാണെങ്കിൽ മുകുന്ദിന്റെ ടീമിലുള്ള ഒരു പട്ടാളക്കാരനെ കടത്തിക്കൊണ്ടു പോവുകയാണ്. അവൻ കാശ്മീരിലുള്ളതുമായിരുന്നു. എന്നാൽ മുകുന്ദാണെങ്കിൽ അവനെ രക്ഷിക്കണമെന്ന് കേണലിനോട് അപേക്ഷിക്കുന്നു. പക്ഷെ കേണലാണെങ്കിൽ അതിന് തയ്യാറായില്ല. മേജർ മുകുന്ദ് തന്റെ ജീവൻ പോലും പണയം വെച്ച് അവനെ രക്ഷിക്കുവാനായും പോയി. അതേസമയം അവന്റെ തല വെട്ടുവാനായി പബ്ലിക്കിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ മേജർ മുകുന്ദ് ടീമും വേഷം മാറി അവിടെ കടന്ന് അവനെ രക്ഷിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരിക്കൽ ക്യാമ്പിൽ ഷൂട്ടിംഗ് പ്രാക്ടീസ് നടക്കുകയായിരുന്നു. ഒരു പട്ടാളക്കാരന്റെ തോക്കിൽ നിന്നും വെടിയുണ്ട മിസ്സായിക്കൊണ്ടത് മേജർ മുകുന്ദിന്റെ ദേഹത്തേക്കായിരുന്നു. എന്നാൽ മേജർ മുകുന്ദിന് സീരിയസുമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മിലിറ്ററി ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സ നടത്തുവാനായിട്ട് മേജർ മുകുന്ദ് തയ്യാറായില്ല. കാരണം എന്തെന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത ആ ഒരു പട്ടാളക്കാരനെ സസ്പെൻഡ് ചെയ്യും. അതിനു പകരമായി മേജർ മുകുന്ദ് കേരളത്തിലേക്ക് വന്നു. ഇന്ദുവിന്റെ അച്ഛനായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിയതും. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ദുവിനെ കാണാനായി വീട്ടിൽ വരികയാണ്. എന്നാൽ മുകുന്ദിന് ഇത്തരമൊരു കാര്യം സംഭവിച്ചത് ഇന്ദുവിന് അറിയത്തില്ല. ഇന്ദു ആ കാര്യം വീട്ടിലെത്തിയതും അറിയുകയാണ്. എന്നാൽ ഇന്ദുവിന് അത് താങ്ങാനായും പറ്റിയില്ല. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഇന്ദുവിനും മകൾക്കൊപ്പമായിരുന്നു മുകുന്ദ്. വല്ലപ്പോഴും മാത്രം മുകുന്ദ് ലീവിന് വരുന്നത് ഇന്ദുവിനും മകൾക്കും സന്തോഷമാണ്. മുകുന്ദ് ഇടയ്ക്കിടയ്ക്ക് ഇന്ദുവിനോട് പറയും, എനിക്ക് എന്ത് സംഭവിച്ചാലും ദയവ് ചെയ്ത് നിന്റെ കണ്ണ് നിറയരുത്, എന്റെ മരണശേഷവും നീ കരയരുതെന്ന് മുകുന്ദ് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞാലും ഇന്ദുവിന്റെ സങ്കടം കുറയില്ലല്ലോ. അങ്ങനെ ലീവെല്ലാം കഴിഞ്ഞ് മുകുന്ദ് നേരെ തിരിച്ചു ചെന്നപ്പോൾ കാശ്മീരിൽ ഇലക്ഷൻ സമയവുമായിരുന്നു. ആ സമയം ആസിഫാണിയും കൂട്ടരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കെ ആസിഫ് ഉള്ളിടം കണ്ടെത്തി അവിടേക്ക് പോവുകയാണ് മുകുന്ദ് ഗ്യാങ്ങും. എന്നാൽ ആ വീട്ടിൽ ആസിഫ് സാധാരണ ജനങ്ങളെ പിടിച്ചു വെച്ചിട്ട് ആർമിക്കാർ കടന്നു വന്നു കഴിഞ്ഞാൽ ബോംബ് വെച്ച് ഈ ജനങ്ങളെല്ലാം കൊന്നുകളയുമെന്ന് വിരട്ടി. ആസിഫിന്റെ അച്ഛനെ നിർത്തിയിട്ടും ആസിഫ് പുറത്തു വരാനായും തയ്യാറായില്ല. ഒടുവിൽ മുകുന്ദ് പറയും, കൂട്ടമായി ആരും പോകണ്ട, കൂട്ടമായി പോയാലല്ലേ പ്രശ്നമുള്ളൂ, ഞാൻ മാത്രം പോകാമെന്ന് പറയും. എന്നാൽ മുകുന്ദിന്റെ ആ ഒരു തീരുമാനത്തിന് ഹെഡ് എതിരായിരുന്നു. വിക്രമിനെയും മുകുന്ദിനൊപ്പം പറഞ്ഞുവിടും. മുകുന്ദും വിക്രമും വീടിനുള്ളിലേക്ക് കടന്നു. ആസിഫിന്റെ കൂട്ടാളികളെയൊക്കെ വെടിവെച്ച് കൊന്നു. അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നവരെയൊക്കെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഒടുവിൽ ആസിഫ് മാത്രമായി. ആസിഫിനെ പിടികൂടുന്നതിനിടയിൽ വിക്രമും മരണപ്പെട്ടു. മുകുന്ദിന് ദേഷ്യം സഹിക്കാനായില്ല. മുകുന്ദ് ആസിഫുമായി ഫൈറ്റ് നടക്കും. ഒടുവിൽ രണ്ടാളും പടിക്കെട്ടിൽ നിന്നും താഴേക്ക് വീണപ്പോൾ അവരുടെ കയ്യിലെ തോക്കിൽ നിന്നും വെടിയുതിർന്നു. ആസിഫ് വെടിയേറ്റ് മരണപ്പെട്ടു. അങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങിയ മുകുന്ദിനെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. മറ്റുള്ളവർ സന്തോഷത്തിൽ ഓടി വരുമ്പോൾ മുകുന്ദ് താഴെ വീണിരുന്നു. മുകുന്ദിന് വെടിയേറ്റിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴിയിൽ മുകുന്ദാണെങ്കിൽ തന്റെ കൂടെയുള്ള ഒരു ഓഫീസറിനോട് ഇന്ദുവിനോട് പറയാനായിട്ട് ഒരു സോറി പറഞ്ഞു. ഇന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞു. കുഞ്ഞിനെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് മുകുന്ദ് മരണപ്പെട്ടു. ഇതൊന്നും അറിയാതെ മുകുന്ദ് പറഞ്ഞതനുസരിച്ച് നന്നായി ഉറങ്ങുകയായിരുന്നു ഇന്ദു. ഇന്ദുവിന് വന്ന കോളൊന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല. വീട്ടിലെത്തിയ സഹോദരൻ ഇന്ദുവിനോട് മുകുന്ദ് നമ്മളെ വിട്ടു പോയെന്ന് പറഞ്ഞപ്പോഴും ഇന്ദുവിന് അത് വിശ്വാസമായില്ല. അവൾ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് കോൾ വന്നിട്ടുണ്ട്. മുകുന്ദിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. ആർമി ഓഫീസിൽ നിന്നും വന്ന കോളിൽ അത് അറ്റൻഡ് ചെയ്തപ്പോൾ ഇന്ദുവിന് ഇനി മുകുന്ദില്ല എന്ന് മനസ്സിലായി. അവൾ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു തളർന്ന ഇന്ദു മുകുന്ദ് പറഞ്ഞതോർക്കും, എനിക്ക് എന്ത് സംഭവിച്ചാലും നീ കരയരുതെന്ന്. മുകുന്ദിന്റെ ബോഡി എല്ലാ ആദരവോടെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും ഇന്ദു കരയാതെ തന്നെ നിന്നു. ഇന്ദുവിന്റെ ഫോട്ടോ വെച്ച പേഴ്സ് ഏൽപ്പിച്ചിട്ട് മുകുന്ദ് അവസാനമായി പറഞ്ഞതും ഇന്ദുവിനോട് ആ ഒരു ഓഫീസർ പറഞ്ഞു. മുകുന്ദ് ആഗ്രഹിച്ചിരുന്നത് ഇന്ദുവിന്റെ പുഞ്ചിരിച്ച മുഖമായിരുന്നു. അങ്ങനെ ഇന്ദു ഒരു പുഞ്ചിരിയോടെ തന്നെ അവൾ ആ പേഴ്സും ഏറ്റുവാങ്ങി. തന്റെ ഭർത്താവ് രാജ്യത്തിനു വേണ്ടി പോരാടി ജീവൻ ത്യാഗം ചെയ്ത ഒരാളാണെന്ന് അഭിമാനത്തോടെ നിൽക്കുകയാണ് ഇന്ദു. എന്തൊക്കെയായാലും ഒരാളുടെ മരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവന്റെ ഭാര്യയാകും. ഇന്ദു അന്നു മുതൽ മുകുന്ദിന്റെ ഓർമ്മകളുമായി ജീവിക്കുകയാണ്. രാജ്യത്തിനു വേണ്ടി അത്രയും ത്യാഗം ചെയ്ത മുകുന്ദിനെ രാജ്യം അശോക ചക്രം നൽകി ആദരിച്ചു. ഇതുപോലെ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടുന്നുമുണ്ട്. ഇന്ദുവിന്റെയും മേജർ മുകുന്ദിന്റെയും ജീവിതകഥ പറഞ്ഞ അമരൻ എന്നൊരു സിനിമ അതിന്റെ ഫീല് മനസ്സിലാക്കണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് കാണാൻ പറ്റാത്തവർക്ക് എന്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.